ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ ആഘാതത്തിനിടയിൽ വീണ്ടും ആഗോള വിതരണ ശൃംഖലയെ പിടിച്ചുലച്ചിരിക്കുകയാണ് ചെങ്കടലിലെ ഹൂത്തികളുടെ ആക്രമണം. ഏറ്റവും സുപ്രധാന പാതയായ ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾ ആക്രമിക്കുന്നതിന് പിന്നാലെ മറ്റ് കപ്പലുകളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഹൂത്തികൾ. യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ചെങ്കടലിലൂടെയും സൂയസ് കനാലിലൂടെയും സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതോടെ ആഗോള വാണിജ്യ ശൃംഖലയാകെ പ്രതിസന്ധിയിലാണ്. ഇസ്രയേൽ ഗാസ യുദ്ധത്തിന് മറുപടിയായി ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഹൂതികൾ. ഈ ചെറിയ ഇടനാഴിയിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും ആഗോള വിതരണ ശൃംഖലയെ ആകെ ബാധിക്കുന്നതാണ്. ദിജിബൂട്ടിക്കും യമനിലും മധ്യയുള്ള ചെങ്കടൽ എന്ന കുഞ്ഞൻ ഇടനാഴി ഹൂതി ആക്രമണത്തിൽപ്പെട്ടതോടെ വൻകിട കമ്പനികൾ ഇതുവഴിയുള്ള ചരക്കുനീക്കം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണങ്ങൾ വിജയം കാണാതായതോടെയാണ് ഹൂതികൾ ചെങ്കടലിൽ പോർക്കളം തുറന്നത്. ഇസ്രയേലിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്ന ഹൂതികളെ നേരിടാൻ അമേരിക്ക തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഹൂതികളുടെ ജാഗ്രതയോടെ മാത്രമേ നീങ്ങാവൂ എന്ന സൗദി അറേബ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് അമേരിക്കയുടെ നീക്കം. ഇസ്രയേലിലേക്ക് ഉള്ളവയെ മാത്രം ആക്രമിച്ചു തുടങ്ങിയ ഹൂതികൾ മറ്റു കപ്പലുകളിലേക്കും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഭൂമുഖത്തെ ഏറ്റവും പ്രധാന ചരക്കുപാതകളിലൊന്നായ ചെങ്കടലിൽ ഹൂതി വിമതരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. ആക്രമണം തുടർന്നാൽ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും വില കുതിച്ചുയരും. കോവിഡിനും യുക്രൈൻ റഷ്യ യുദ്ധത്തിനും ഇസ്രയേൽ ഗാസ യുദ്ധത്തിനുശേഷം മറ്റൊരു പ്രതിസന്ധിയിലേക്ക് ലോകം ചെന്നെത്തും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.